ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. വളരെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ലോഞ്ച് ആയിട്ടുള്ള നമ്മുടെ കിയേൻ്റെ EV4 ആണ് നമ്മുടെ ഇന്നുള്ളത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റൈലിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ കണ്ടുവന്നേക്കുന്ന കിയയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. കിയേൻ്റെ ലൈനപ്പിൽ ഇപ്പോൾ നമുക്ക് EV6 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് EV9 വന്നു, അതുപോലെ നൈറോൻ്റെ EV ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഈ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ EV4 നമ്മുടെ ഈ ഒരു ലൈനപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇതുകൂടാണ്ട് ഇനിയിപ്പോൾ വേറെ EVകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി നമ്മുടെ കിയ EV4ൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൊക്കെ ഇരിക്കുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ 2 സ്ലാറ്റ്സ് ഓഫ് പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കോർണിംഗ് ലാമ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു സ്റ്റൈലിംഗ് വരുന്നത്. അതിൻ്റെ നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് കിയേൻ്റെ ലോഗോ കാണാൻ പറ്റും. താഴെയായിട്ട് ചെറിയൊരു എയർ ഇൻടേക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ നമ്മുടെ ആ ഒരു പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. റിഫ്ലക്റ്റേഴ്സ് നിങ്ങൾ ഈ കാണുന്ന പോലെ റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ വീൽ ആർച്ച് ആണെങ്കിലും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വീൽ ആർച്ച് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ടയേഴ്സ് വരുന്നത് നമുക്ക് 215 60 R17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ടയേഴ്സും നമുക്ക് ക്യുംഹോൻ്റെ ടയേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്കിത് കൊറിയൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ക്യുംഹോൻ്റെ ടയേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു നമ്മുടെ ആ ഒരു അലോയ്സിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻ ഷേപ്ഡ് ആയിട്ടുള്ളൊരു അലോയിൻ്റെ ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്കൊരു എന്താ പറയുക ഒരു സ്റ്റീലും അതുപോലെ ആ ഒരു ഗ്ലോസി പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. വേറെ തന്നെ ഒരു എന്താ പറയുക വേറെ തന്നെ ഒരു ഡിസൈൻ തീമൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് അത് കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് മിറേഴ്സ് കാണാം. അത് ബോഡി കളേർഡാണ് നമുക്ക് ഈ ഒരു മിറേഴ്സ് വരുന്നത്. അതുപോലെ അതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്ത് വളരെ പ്രീമിയം ആയിട്ട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലഷ് ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്കിത് ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഡോർ ഹാൻഡിൽസ് വരുന്നത്. ബോഡി കളേർഡ് ആയിട്ടുള്ള ആ ഒരു നമുക്ക് ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതുപോലെ ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. നമുക്കൊരു എന്താ പറയുക ഇവിടുന്ന് ഒരു കട്ടിങ് ഒക്കെ കൊടുത്ത് അവിടുന്ന് നേരെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് പിന്നെ ഒരു സെഡാനിഷിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു സെക്കൻഡ് ഏരിയ ഗ്ലാസ് ഏരിയ ഒക്കെ ആണെങ്കിലും വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് തേർഡ് നമുക്കിവിടെ ഒരു കോർണിംഗ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം റൂമി ആക്കിയിട്ടുണ്ട് നമുക്ക് അകത്തോട്ടുള്ള ആ ഒരു ഫീല് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെഡാനും അതുപോലെ ഒരേ സമയത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു കൂപ്പേ ഡിസൈനൊക്കെ ആയിട്ട് നമുക്ക് ഇതിനകത്ത് തോന്നും. അതുപോലെ നിങ്ങൾ ഈ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വേറെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ക്രിസ്റ്റൽ എലമെൻറ്റോട് കൂടിയ ആ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ ഈ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വേറെ തന്നെ ഒരു ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ആ ഒരു K4ൽ നിന്ന് നമുക്ക് ആ ഒരു ഡിറൈവ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡിസൈൻ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ടേക്ക് ഡൗൺ ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു മേളിലേക്കൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു ചെറിയൊരു എലമെൻറ്റ് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു എലമെൻ്റ് ഒക്കെ നമുക്ക് നമ്മുടെ ആ ഒരു മഹീന്ദ്രേൻ്റെ പുതിയ ഇറങ്ങിയ EVൻ്റെ ഒക്കെ ആ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കിയേൻ്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ EV4ൻ്റെ ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വേറെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. റിഫ്ലക്റ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബാക്കപ്പ് ക്യാമറ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് റോ സീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പുള്ള് ചെയ്ത് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് ബെഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇഷ്ടം പോലെ നമുക്ക് ഇതിനകത്ത് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് മാറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ടയർ മൊബിലിറ്റി കിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ടോയിങ് ചെയ്യാനുള്ള ആ ഒരു ഹുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വൃത്തിയായിട്ട് തന്നെ വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് സ്പെയർ ടയേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. കാരണം EV ആയതുകൊണ്ട് തന്നെ ബാറ്ററി മൊഡ്യൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടില്ല.
നമുക്ക് ഇവിടുത്തെ ആ ഒരു ഡിസൈനൊക്കെ ആണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. നമുക്ക് ഷാർപ്പിൻ ആൻറ്റിന നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂപ്പേ ഡിസൈൻ, അതേ സമയത്ത് ആ ഒരു സെഡാൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഫീലിലൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത്. ഞാനിതൊരു കൂപ്പയാന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കൂപ്പേൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ആ ഒരു കിയ ഇത് എത്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ചാർജ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് വരുന്നത്. ഇച്ചിരി മഞ്ഞും ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ലോക്കായിരുന്നു പോയതാ. ഇതേപോലെ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ അതിനകത്ത് നമുക്കിവിടെ ചാർജിങ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പുറത്തായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ല നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ തണുപ്പുള്ളതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്കിപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നുള്ളൂ. വെള്ളം കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ലോക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സാധാരണ വണ്ടികൾക്കുള്ള ആ ഒരു പ്രശ്നം നമുക്ക് ഇതിനകത്ത് വരാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രങ്ക് വരുന്നത്. ഫ്രങ്കിൽ അത്യാവശ്യം സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്കിവിടെ വെക്കാൻ പറ്റത്തില്ല, വേറെ സാധനങ്ങളൊന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനകത്ത് വരുന്നില്ല. അതുപോലെ ഈ വണ്ടി നമുക്ക് 2 ബാറ്ററി ആ ഒരു ട്രിമ്മിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന് 58.3 കിലോ വോൾട്ടിൻ്റെ ലിഥിയം പോളിമർ ബാറ്ററിയും അതുപോലെ 81.4 കിലോ വോൾട്ടിൻ്റെ ഒരു കുറച്ചും കൂടെ റേഞ്ച് കൂടുതലുള്ള ഒരു ലിഥിയം പോളിയം ബാറ്ററിയും കൂടെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഹോഴ്സ് പവറും കാര്യങ്ങളും നമ്മുടെ ആ ഒരു സ്പെക്കിലേക്കൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് 201 ഹോഴ്സ് പവർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടോർക്ക് വരുന്നത് 209 ആണ് നമുക്ക് ഇതിനകത്ത് ടോർക്ക് വരുന്നത്. ഒരു സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷിലുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ആ ഒരു ഹീറ്റഡ് സീറ്റ്സിൻ്റെ നമുക്ക് ആ ബട്ടൺ കാണാൻ പറ്റും. അത് തന്നെ നമുക്ക് 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അവിടെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വിൻഡോ റോൾ ചെയ്യാനുള്ളതും ലോക്ക് അൺലോക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വളരെ നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വുഡൻ ഫിനിഷിലൊക്കെയാണ് നമുക്ക് ആ ഒരു സെറ്റപ്പ് വരുന്നത്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഡോർ പാഡൊക്കെ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡോർ പാഡിൻ്റെ ആ ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റീൽ ഫിനിഷ് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ മേളിലായിട്ട് ചെറിയൊരു ടെക്സ്ചേർഡ് ഫിനിഷ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വീണ്ടും ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ സ്ട്രിപ്പൊക്കെ കൊടുത്ത് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ആയിട്ട് ചെറിയൊരു ലെതറിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു വുഡൻ ഫീൽ തോന്നുന്ന ഒരു ചെറിയൊരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു ലിറ്ററിൻ്റെയൊക്കെ വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ചെറിയൊരു അല്ലാണ്ട് നമുക്ക് ചെറിയ ഫയലോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്പീക്കറിൻ്റെ മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ആയിട്ട് ട്യൂട്ടേഴ്സും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ആ ഒരു പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇതാ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ മേളിലേക്ക് വരുമ്പോഴത്തേക്ക് AC വെൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ആംബിയൻ ലൈറ്റ് ആണ്, പക്ഷേ ഇത് ആംബിയൻ ലൈറ്റ് അല്ല, ഇത് ചെറിയൊരു സ്ട്രിപ്പായിട്ട് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു സ്ട്രിപ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ നമുക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു K4 കണ്ട ആ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഡ്രൈവിംഗ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് സ്നോ വരുന്നുണ്ട്, ഈക്കോ വരുന്നുണ്ട്, അതുപോലെ നോർമൽ, സ്പോർട്ട്, അതുപോലെ മൈ ഡ്രൈവ്. ഇങ്ങനെ നമുക്ക് 5 ഡ്രൈവിംഗ് മോഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേയിലായിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കളേഴ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ മാറുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവ് മോഡ്സിൻ്റെ ആ ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ 2 സൈഡിലായിട്ട് നമുക്കിതിന് പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് കിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ ആ ഒരു ഗിയർ ലിവർ നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ പാർക്ക്, പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത്.
അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആ ഒരു നമുക്കൊരു പോർഷൻ കാണാൻ പറ്റും. ഇതിലാണ് നമുക്ക് ഇതിൻ്റെ ഗിയർ സെലക്ടേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതേപോലെ നമുക്കിത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സിലേക്ക് ഇപ്പം ന്യൂട്രലായി വീണ്ടും നമ്മൾ മേളിലോട്ടായി കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് പോയി. ഇവിടെ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്കിലേക്ക് ഇട്ടു. പാർക്കിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആ ഒരു നമ്മുടെ ആ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ നമ്മൾ ആ ഒരു ഈ കിയേൻ്റെ K4 കണ്ട അതേപോലത്തെ നമുക്കിവിടെ ഒരു ചെറിയൊരു സ്ക്രീൻ വരുന്നൊരു 5 ഇഞ്ചിൻ്റെ നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റും. ഇതിനകത്താണ് നമുക്ക് ആ ഒരു AC-ൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഡ്രൈവർ സീറ്റും അതുപോലെ പാസഞ്ചർ സീറ്റൊക്കെ നമുക്ക് പാസഞ്ചർ സൈഡൊക്കെ നമുക്ക് വേണമെങ്കിൽ AC ഡ്യുവൽ സോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഫാനിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്ക്രീനിനകത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ ആണെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ വളരെ ക്രിസ്പായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻബിൽഡ് മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബാറ്ററീൻ്റെ ഫ്ലോയും കാര്യങ്ങൾ എത്ര കിലോമീറ്റർ ഓടും, അടുത്ത് എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നമുക്കിതിനകത്ത് നമുക്കിപ്പോൾ ഈക്കോ മോഡലാണ് പോകുന്നത്. അതിൻ്റെ നമുക്ക് ആ ഒരു ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. കിയ കണക്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കണക്റ്റഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് വരുന്നുണ്ട്. ഹോമിൻ്റെ, മാപ്പിൻ്റെ, സെർച്ച്, അതുപോലെ മീഡിയ, അതുപോലെ ഫേവറേറ്റ്സ്, പിന്നെ വരുന്ന സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് വരുന്നുണ്ട്. അതിൻ്റെ ടച്ച് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും വളരെ പ്രിസൈസും നമുക്കൊരു ഹാപ്റ്റിക് ഫീലൊക്കെ നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ സ്ക്രീനിലൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഇതേപോലെ വരുന്നുണ്ട്. അതിനകത്ത് വെഹിക്കിൾ, EV, നാവിഗേഷൻ, സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഇതേപോലെ നമുക്ക് ഈ സ്ക്രീനിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. നല്ല സ്നാപ്പി ആയിട്ടുള്ള ഒരു സ്ക്രീനും കൂടിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അവിടെ താഴോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ഈ ഒരു വോളിയം ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബാർ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമുക്കിവിടെ AC വെൻസ് വരുന്നുണ്ട്. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഹസാർഡിൻ്റെ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനകത്താണ് നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ടോഗിൾ ഈ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് മോഡ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ടിൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഇവിടെയും പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് നമുക്ക് വരുന്ന കാണാൻ പറ്റും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പുറത്ത് നമുക്ക് ആ ഒരു പാസഞ്ചർ സൈഡിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴോട്ടൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ USB Type-Cൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ചാർജിങ് പോർട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആണെങ്കിലും വളരെ വൃത്തിയായിട്ട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫോണ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഇതിന് ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്കത് ഇതുപോലെ അകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസ് ഒക്കെ നമുക്ക് വലിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ താഴെയായിട്ടാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ EV6-ലാണെങ്കിലും 9-ലാണെങ്കിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ അതേ ഒരു ഡിസൈനിൻ്റെ ഒരു സെറ്റപ്പിലൊക്കെ തന്നെയാണ് ഇതും നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെ നമുക്ക് മേളിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കോക്പിറ്റ് സ്റ്റൈലിൽ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനകത്ത് ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് പാർക്കിങ്ങിൻ്റെ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് അസിസ്റ്റിൻ്റെ ബട്ടൺസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഡൗൺ ഹില്ലിൻ്റെ നമ്മളിപ്പോൾ ഒരു ഇറക്കത്തിലൊക്കെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് ആ ഒരു അസിസ്റ്റ് ഓഫ് ആക്കുക, ഓൺ ആക്കുക, എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫോൺ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്പേസ് വരുന്ന ഒരു ആംറസ്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു നടുക്കത്തെ ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റി നമുക്ക് ഇതേപോലെ നമുക്ക് വലിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നടുക്കത്തെ ആ സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് കിട്ടും. നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നല്ലൊരു നല്ല സോഫ്റ്റ് ടച്ച്
ലെതറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ കീ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു കീ വരുന്നത്. കീക്കകത്ത് നമുക്ക് ലോക്ക് വരുന്നുണ്ട്, അൺലോക്ക് വരുന്നുണ്ട്. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യും. അതുപോലെ നമുക്ക് ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിക് ബട്ടൺ വരുന്നുണ്ട്. ഇപ്പുറത്ത് നമുക്ക് റിമോട്ട് സ്റ്റാർട്ടിൻ്റെ ആ ഒരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വൈറ്റ് ആയിട്ടുള്ള ഒരു കീ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ഈ സൊറണ്ടോയിലും പുതിയ 2026 കീകളിലൊക്കെ കണ്ട അതേ ഒരു കീ ഫോബൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കീയിലൊക്കെ കണ്ട അതേ ഒരു ഡാഷ്ബോർഡ് ലേഔട്ടാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. നമ്മൾ പുതിയ കീകളിൽ കണ്ട 2026 കീകളിൽ കണ്ട ആ ഒരു ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴും കാണാൻ പറ്റുന്നത്. പാസഞ്ചർ സൈഡ് വരുമ്പോഴത്തേനും നമുക്ക് ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ആ ഒരു ഡ്രൈവർ സൈഡ് കണ്ട പോലെ തന്നെ ആ ഒരു ലുക്കൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കിയ നമുക്ക് ഇതിനകത്തോട്ട് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഈ കിയേൻ്റെ ഒരു ഫ്യൂച്ചർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതുപോലെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന തന്നെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ ഫയല് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വെക്കുന്ന ആ ഒരു എന്താ പറയുക, ഈ സാധനം ഞാൻ ഈ ബുക്കിൻ്റെ ഇതൊക്കെ ആണെങ്കിലും നല്ലൊരു അടിപൊളി കിയ കൊടുത്തേക്കുന്നത് നല്ലൊരു സെറ്റപ്പ് ആയിട്ടുള്ളൊരു പൗച്ചിലാണ്. മൊത്തത്തിൽ കിയ ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും അതുപോലെ നല്ല ക്വാളിറ്റിയിലുമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു റിയർ വ്യൂ മിറേഴ്സിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. ഇത് വിൻഡാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ ട്രിമ്മിലേക്ക് പോകുമ്പോഴും അതിൻ്റെതായ ഡിഫറൻസ് വരും. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിത് ടച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് സൺറൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരും. സൺറൂഫ് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സൺ വൈസേഴ്സ് വരുന്നുണ്ട്. സൺ വൈസേഴ്സിലൊക്കെ ആണെങ്കിൽ മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ലൈറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ റൂഫ് ലൈനൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബേജ് കളറിലുള്ള ഒരു റൂഫ് ലൈൻ ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തോട്ട് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഒരു ഡോർ പാഡ് വരുന്നത്. ഡോർ പാഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു സ്റ്റീൽ ഫിനിഷിലുള്ള ആ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലത്തെ ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു ടച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴും നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു ഡിസൈനിൻ്റെ ഭാഗമാണ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടണൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് USB Type Cൻ്റെ ചാർജിങ് പോർട്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ACൻ്റെ വെൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫോണ് നമ്മൾ ചാർജ് ചെയ്യാൻ നമുക്കിവിടെ കുത്തിയിട്ട് ചാർജ് ഇങ്ങോട്ട് വെച്ച് ചാർജ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡിൻ്റെ ബാക്കിലോട്ടാണെങ്കിൽ നമുക്കൊരു ചാർജിങ് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫുള്ളൊരു ഡിസൈൻ നമുക്ക് ഇതിനകത്ത് വരുന്നത്. ആ ഒരു കോർണിംഗ് ഗ്ലാസ് ഒക്കെ വന്നുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എയറി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ LED ലൈറ്റ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ ആണെങ്കിലും വളരെ നല്ലൊരു നല്ലൊരു ഡിസൈനിലൊക്കെയാണ് അതിൻ്റെ ഒരു LED കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴും നമുക്കിവിടെ ഇതേപോലെ ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതിനകത്ത് കോട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീല്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ കിയേൻ്റെ ഈ ഒരു വണ്ടീൻ്റെ നമുക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കൊക്കെ നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലും അതുപോലെ ഇതിൻ്റെ ഡിസൈനൊക്കെ വളരെ പ്രീമിയം ആയിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമ്മൾ കംഫർട്ടബിൾ ആവുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ക്ലോത്ത് സീറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ക്ലോത്ത് സീറ്റ് ആണെങ്കിൽ പോലും നല്ലൊരു ഫാബ്രിക് ആയിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. നല്ല ഫാബ്രിക്കാണ്. നന്നായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കംഫി ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഫ്ലോർ കുറച്ച് ഹൈ സൈഡിലാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ഹൈ ആണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നമുക്ക് ലെഗ് റൂം വരുന്നുണ്ട്. നല്ല ലെഗ് റൂം എന്ന് പറഞ്ഞാൽ നല്ല ലെഗ് റൂം വരുന്നുണ്ട് ഇതിനകത്ത്. എനിക്ക് ഇത്രയും ലെഗ് റൂം ഞാൻ ഈ ഇടയ്ക്ക് സെഡാനിൽ കണ്ടത് വളരെ കുറവാണ്. ഞാനിത് ഫ്രണ്ടിലേക്ക് സീറ്റ് കയറ്റിയിട്ടേക്കൊന്നുമല്ല.
എന്നിട്ട് തന്നെ ഇതാ ഇത്രയും ലെഗ് റൂം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി പ്രീമിയം എന്താ പറയുക സെഡാനാണ് നമ്മുടെ ഈ ഒരു കിയന്റെ K4. അവർ നല്ല രീതിയിൽ തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അകമൊക്കെ നല്ല ഭംഗിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേനും ഒരുപാട് ഫീച്ചറുകൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു K4. ഏതൊരു കിയ പോലെ ഇതിനകത്തും ഇഷ്ടംപോലെ ഫീച്ചറുകളും ഉണ്ട്. നമുക്കിനി എന്തായാലും നമുക്കൊരു ചെറിയൊരു ഡ്രൈവ് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം ഒരു ചെറിയ ഡ്രൈവ് പോയായിരുന്നു, എങ്കിലും നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് ഡ്രൈവ് ചെയ്യാം. നല്ലൊരു സോളിഡായിട്ട് ബിൽഡ് ചെയ്തൊരു വണ്ടീൻ്റെ നമുക്കൊരു ഫീൽ നമുക്കിത് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സ്നോയിലൊന്നൊരു അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്നോയിലൊക്കെ ഓടിക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അത്യാവശ്യം ഒരു ചെറിയ നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരു പൊസിഷനിൽ നമുക്ക് ഇരിക്കുന്ന ഒരു ഫീലാണ്. നമ്മളൊരു സെഡാനിൽ ഇരിക്കുന്ന ഒരു ഫീലൊന്നും എനിക്ക് ഇതിനകത്ത് കയറുമ്പോൾ കിട്ടുന്നില്ല. അതൊരു വലിയൊരു എന്താ പറയുക ഒരു പോസിറ്റീവാണ്. ശരിക്കും സെഡാനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ശരിക്കും ആ ഒരു ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. പക്ഷേ ഇത് ആ ഒരു ബാറ്ററി പാക്ക് കുറച്ച് മേളിലോട്ടായതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമ്മളൊരു എന്താ പറയുക ഒരു ഹാച്ചിലിരിക്കുന്നോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു SUV-യിലിരിക്കുന്നോ ഒക്കെ പോലെ ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അതുപോലെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിത് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം, നമുക്ക് ആ ഒരു ബാറ്ററി പാക്കിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സുഖമായിട്ട് നമുക്കിത് എടുത്ത് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്കിത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. നമുക്കത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ലെവൽ 3-ലാണ് നമുക്ക് ഇതിൻ്റെ റീജനറേറ്റീവ് പോകുന്നത്. ഇത് ഫുൾ സ്റ്റോപ്പായിട്ട് നമുക്ക് നിൽക്കത്തില്ല. അപ്പോൾ ഞാനിത് 2-ലേക്കും 1-ലേക്കും ആക്കി. നമുക്കിനി 1-ൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കാം. അത്യാവശ്യം മുമ്പോട്ട് കൊടുത്തിട്ടുണ്ട്. 1-ലേക്ക് പോകുമ്പോഴും വളരെ അത് ഗ്രാജുവലി ആയിട്ട് പിക്കപ്പായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നമുക്ക് ആ ഒരു മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ നേരെ 3-ലേക്ക് ഇടുമ്പോഴത്തേനും നിൽക്കുന്നില്ല, വണ്ടി നിൽക്കുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ റോളാവുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് തന്നെ അത് പിക്കപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തൽക്കാലം കൊടുത്തു കഴിഞ്ഞാൽ അധികം ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ നല്ല പോക്ക് പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര നമ്മളെ പേടിപ്പെടുത്തുന്ന പോക്കൊന്നുമല്ല, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് നല്ല ആ ഒരു പവർ കിട്ടുന്നുണ്ട്. അതേ സമയത്ത് നമുക്ക് വളരെ എന്താ പറയുക ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ആ ഒരു നല്ലൊരു കിടുക്കൻ പവറാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാനും പറ്റും. എനിക്ക് ഈ കൈൻഡ് ഓഫ് പവറാണ് നമുക്ക് കോമൺലി നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതായിരിക്കും കുറച്ചും കൂടെ എന്താ പറയുക നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാൾക്ക് നമ്മുടെ ആ ഒരു ഗ്യാസ് വണ്ടിയിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ട് സൈഡിലും ഇതിന് സെൻസേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർക്കിങ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഇത് പാർക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക സ്ക്രീനും കാര്യങ്ങളെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്ലിംസ് കാണിച്ചു തരും. അതുപോലെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു സെൻസിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. നല്ലൊരു വണ്ടിയാണ്. നമ്മുടെ ഒരു സെഡാൻ എടുക്കാൻ നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. ഇതിന്റെ പ്രൈസിങ്ങും കൂടിയാണ് നമുക്ക് ഈ ഒരു വണ്ടീനെ ഇത്രത്തോളം അട്രാക്റ്റീവ് ആക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടീന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് $38,000 നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് ഈ നിലവിൽ ഒരു സെഡാൻ നമുക്ക് ഇതേപോലെ EV സെഡാൻ $38,000 ഇത്രയും ഫീച്ചറുകളോട് ഉള്ള ഒരു വണ്ടി നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാം. നമുക്ക് ആകെ കൂടെ ഉള്ള ഒരു സെഡാൻ അല്ല, നമുക്ക് കിയന്റെ തന്നെ നൈറോ ആണ് കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു വണ്ടി ഉള്ളത്, EV വണ്ടി കേട്ടോ. അപ്പോൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിയ സ്റ്റാർപോൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കുക. നല്ലൊരു ഡീലിൽ ഇവർ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ഡീലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിങ്ങിൽ ഇവർ ചെയ്തു തരും. നിങ്ങൾ DM ചെയ്യുക, ഞാൻ എന്തായാലും കണക്ട് ചെയ്ത് തരാം.
നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ കാനഡയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്